ആരും പോത്തില്ല. അവൻ ചക്ക അവനെ കുഴിച്ചിടും കണ്ടവരെല്ലാം കൂടെ കൂടി. അല്ലാതെ ഇറങ്ങും ആരും പോത്തില്ല അവനെ കാണാൻ. എത്തുന്നവരെ കാണാനും ശരി അവരെ കാണാൻ ആരും പോത്തില്ല. ആ ഏച്ചിയൊക്കെ പോയല്ലോ. എന്നോട് ചോദിച്ചിട്ടാണോ പോയത്? നിങ്ങൾക്ക് എന്നോട് കേൾക്കണം. അല്ലാതെ നിങ്ങളെ വല്ലവരുമായിരുന്നോ BJP? അവരുടെ അമ്മച്ചി നിങ്ങളെ വല്ലവരുമായിരുന്നോ? ഞാൻ എന്തായാലും ഇച്ചിരി കഴിയുമ്പോൾ കർഷകർ നിർത്തുമായിരുന്നു. അപ്പൊ അതിന് കൊച്ചൊന്നുമല്ല അവിടെ. തണ്ടിയൊക്കെ കുഴിച്ചെടുത്തില്ലായിരുന്നോ? ആരും പറഞ്ഞ കുഴിച്ചെടുത്തില്ലായിരുന്നോ? ഇന്നെത്തുവാ മാനൊക്കെ കരഞ്ഞ ചാവാൻ പോയായിരുന്നോ? ഒന്നും ഇല്ലല്ലോ. ഇന്നെത്തുവാ മാനൊക്കെ കരഞ്ഞ ചാവാൻ പോയായിരുന്നു. അവളെ കാണാൻ പോവാതെ പോയില്ല. അതുകൊണ്ട് പോയി അവളോട് താമസിച്ച് പോയിരിക്കുന്ന അവളെ കാണാൻ ഇങ്ങോട്ട് കേട്ട പട്ടിയെ. എനിക്ക് ചോറൊന്നും വേണ്ട. എന്താ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഞാനും വൈകിട്ട് തിന്നാറുണ്ടല്ലോ. പിന്നെന്തോ തിന്നാൻ എനിക്ക് വേണ്ട. എന്നെ എന്തോന്ന് പറയണോ? വട്ടേന്ന് വിളിക്കുന്നവൻ ദിവസം അല്ലെങ്കിൽ വിളിക്കുന്നു വട്ടേന്ന്. നിങ്ങൾ ഒരേ മോളെ വിളിക്കുന്നില്ലല്ലോ ആരും. എന്തോ അവളോട് എല്ലാവരും വലിയ ഇത് എന്റെ അടുത്ത് കുത്തിച്ചു വരുന്നെല്ലാവരും. അവളിവിടെ വരുന്നുണ്ട് ഒരു കുഴപ്പമില്ല. അവളിവിടെ വന്നത് പുറത്തുമായിരുന്നു. അമ്മ ഇവിടെ ഓടിച്ചേച്ച് ഒരാൾക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാനിങ്ങോട്ട് വരുന്ന എല്ലാത്തിനും നോക്കരുതാ. എന്റെ വന്ന വന്നതാ. എന്തോ എല്ലായിടത്തും കുത്തിയെടുത്താൽ ഈ നാട്ടുകാര്. ഞാൻ നാട്ടുകാരെ പോലെ കൊടുക്കുന്നത്. ഞാൻ എനിക്ക് കിട്ടിയതിനൊക്കെ കൊടുക്കുന്നത്. നാട്ടുകാർക്കൊക്കെ പോക്കരുത്. എന്റെ ഇളമോളെ ഒരു വീട്ടിലെ ഞാൻ തോന്നില്ല. ഞാനും പോവില്ല. ആർക്ക് കുത്തിയില്ല. എന്നോട് കുത്തി എനിക്ക് രണ്ട് സഹായം ചെയ്തതിനും പോകും. അത്രേ ഉള്ളൂ. കുത്തിയെന്തുവാ അവളിങ്ങോട്ട് വരുമ്പോ പോക്കാനൊന്നുമില്ല. എന്നോട് പോക്കാനും ഞാനും പോവില്ല. ഒരാളുടെ ഞാനും പോവില്ല. എന്തോ മുട്ടാ പറഞ്ഞു ഒരാളുടെ ഒന്നും പോക്കാറുന്നില്ല. എനിക്ക് വയ്യാത്ത ഒരു നാട്ടുകാരത്തേക്ക് പോവില്ല. നാട്ടുകാരത്തേക്ക് നടക്കുമല്ലോ. കഴിഞ്ഞ ഓണോ അഞ്ചാം മുമ്പ് വന്നേ ഈ പഴയെല്ലാം അവക്കൊന്ന് വിട്ടോന്നിയായിരിക്കോ? ഈ നാട്ടുകാർക്ക് വിചാരിച്ചോ അവക്കൊന്ന് വിട്ടു കിട്ടിയ ഇതൊക്കെ അവന്മാർക്കെല്ലാം കഴിക്കാതിയായിരിക്കോ? ഞാനിങ്ങനെ ഡൽഹി പോയാല് രാജമ്മ ചോദിക്കുന്ന ഡൽഹി പോകുന്ന എന്താ പോവില്ലയോ എന്ന് ചോദ്യമായിരുന്നു. അവളാണ് എന്നോട് പോവില്ലയോ എന്ന് ചോദിക്കാറ്. ഡൽഹി ഇവരാണ് എന്നെ അവളൊക്കെ ഞാൻ വന്നത്. അവൾ വന്നുണ്ടാക്കി വൈകിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വന്നത് സമയം പഠിക്കാൻ വീട്ടിലാ വന്നത്. എന്റെ വീട്ടിൽ എനിക്ക് കിട്ടിയ വീട്ടിലാ വന്നത്. ഇവിടെ ചോദിക്കാൻ ഡൽഹി പോവില്ലയോ എന്ന് ചോദിക്കാൻ ചോദിക്കുന്ന ഡൽഹി പോവില്ലയോ എന്ന്. അവർക്ക് രോഗം എന്നോട് രോഗമുണ്ട്. നാട്ടുകാർക്ക് വിളിച്ച് പറഞ്ഞതാ മോളെ അവിടോട്ടൊക്കെ പോകാതെ ഇവിടെ മോളെ പല രീതിയിൽ കുഴിക്കിലാക്കാൻ നോക്കുന്നുണ്ടെന്ന്. ആ നാട്ടുകാരൊക്കെ വിളിച്ച് പറഞ്ഞതാ മോളെ അങ്ങോട്ടൊക്കെ പോകാതെ മോളെ പല രീതിയിൽ കുഴിക്കിലാക്കാൻ നോക്കുന്നുണ്ടെന്ന്. കുഴിക്കിലാക്കാൻ കുറെ നോക്കി ഇവിടെ വന്ന് പറഞ്ഞു എന്നെ അങ്ങനെ ഇങ്ങനെ എഴുതുന്ന കള്ളി മുതുകള്ളി. ആ മുതുകള്ളി കൂടെ നോക്കി അവനെ അവരെന്നെ കുറെ നോക്കി. പോലീസുകാർ വന്നപ്പോ അവര് കയ്യും കാര്യം കാണിച്ച് ചാടുന്ന എന്റെ റെക്കോർഡുണ്ട്. അവിടെ കയ്യും കാര്യം കാണില്ല. അവര് വന്ന് തൊഴിവാ പല പല രോഗങ്ങളായിരുന്നു അവർക്ക് ഇതുപോലെ. അവർക്ക് തൊഴിവാ ഏതാണ്ടെല്ലാം തൊഴിൽ മറിക്കുമായിരുന്നു. ഇങ്ങനെ തൊഴിവായിരുന്നു ഏതാണ്ടെല്ലാം മനസ്സിൽ വെച്ചൊന്ന് തൊഴിവാണ്. SNDP-യിലോട്ട് തിരിച്ചു നിന്ന് തൊഴുന്നു. ഇവിടോട്ട് വന്ന് ഇങ്ങനെ എന്തോ വട്ടുപോലെ തൊഴിവോ വട്ടെടുത്തത് തൊഴിവായിരുന്നു. വട്ടെടുത്ത് തൊഴുന്നതല്ല എന്റെ ഉണ്ടെങ്കിൽ വട്ടെടുത്ത് തൊഴുന്നതല്ല. ദൈവം കണ്ടോണ്ടിരിക്കുമല്ലേ ഈ കവിയുടെ കള്ളത്തരമെല്ലാം. ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ കാണുന്നുണ്ട്. ഇവിടെ മനസ്സത്ര റെഡിയല്ല. ഇവിടെ എന്നെ ചതിക്കാമെന്ന് കുറെ നിന്നവള്. അവൾ ചതിയുമായിട്ട് കയറി നിന്നു കുറെ. പിന്നെ ഒന്നും ചോദിക്കാൻ വന്നില്ല. എന്നെ ചതിക്കാൻ എന്റെ സ്വത്തും പോലൊക്കെ പിടിച്ചു പറിക്കുക ഏതാണ്ടെല്ലാം ചെയ്യാനായിട്ടുള്ള അവളാ ഈ റെഡിയാക്കിയത്. നിന്റെ സ്വന്തം നീ എന്റെ പ്രമാണമല്ല ഡൽഹി തന്നെ ഇരിക്കുക. എനിക്കൊന്നും അറിയാൻ പിന്നെ ആരായിട്ട് നീ തന്തരോ
മണിക്കൂറുകളായിട്ട് തുടങ്ങി കുറെ മണിക്കൂറുകൾ നമ്മുടെ ആൾമാറാട്ടം നടത്തുക, പല പല വേലകളാ. വിയർപ്പിച്ച് ഏതോ പൊന്നിയാണ് ഇവിടെ നിൽക്കുന്നത്, ഏതോ പൊന്നി, വൃന്ദപ്പൊന്നിയുടെ കൂട്ട് അത്രയാക്കുക, വൃന്ദപ്പൊന്നിയുടെ കൂട്ട്. വൃന്ദപ്പൊന്നി ഇങ്ങനെ ഇരിക്കുന്നവർ നമ്മളെ ആക്കുക, പല പല വേലകളാ. എന്താ ഇത്? നമ്മളെ കണ്ട് നമുക്ക് ഡൽഹി നിന്നപ്പോഴുള്ള വണ്ണമോ ഇതുപോലെ വണ്ണമൊന്നും ഇല്ല. ഇങ്ങനെ പൊന്നിപ്പിക്കുക, ഗ്യാസ് അടിച്ച് പൊന്നിപ്പിക്കുന്നത്, ഗ്യാസ് അടിച്ച് വയറും ചന്തിയും മുലയിലാണ് വിയർപ്പിക്കുക. പല പല രോഗങ്ങളാ, പല പല രോഗങ്ങളാ. ഒന്നും തിന്നില്ല, ഒരു നേരമേ തിന്നുന്നുള്ളൂ, അങ്ങ് വിയർപ്പിക്കും നമ്മളെ. ഒരു നേരം തിന്നാൻ വയ്യ, വിയർപ്പിക്കുക. പക്ഷേ എന്താ ഇത്? ഒരു നേരം തിന്നുമ്പോഴേ വിയർപ്പിയില്ല. പിന്നെ മോണ്ട വിയർപ്പിക്കാൻ കുറെ വാട്ടർ റിസർച്ച് ഉണ്ടാക്കാൻ ഇവിടെ കിഡ്നിയോട്ടെ മടി. അങ്ങനെ പല പല വേലകളാ, പല പല വേലകളുമായിട്ട് ഇരിപ്പാ ജോലി. ഞാൻ എൻ്റെ ആവശ്യത്തിന് ജോലി ചെയ്തായിരിക്കും. ഞാൻ എന്താ കൺട്രോൾ ചെയ്ത് ചപ്പാത്തി വൈകാരികയിൽ ഞാൻ എൻ്റെ ആവശ്യത്തിന് ജോലി ചെയ്തായിരിക്കും. എങ്ങും വായി നോക്കാൻ പോകുന്നത് എന്നും എൻ്റെ ജോലികളൊക്കെ എന്നും ഞാൻ തന്നെ ചെയ്യുന്നത്. അത് ഒന്നാന്തരമായിട്ട് അല്ലാതെ ഇവിടെ ആരും വായി നോക്കാൻ പോയിട്ടില്ല. ഇവ പറയുന്നോ പിന്നെ ഇവന്റെ വീട്ടിൽ ആറ് പേരും പിന്നെ പിന്നെ ദൂരെ കമ്പിളിക്കാത്തവന്റെ വീട് തിരുത്താൻ കിടക്കുന്നുണ്ട്. ഇവന്റെ വീട്ടിലാണെന്ന് വല്ലതും തിന്നെ തന്നെ ഗ്രാമത്തിന്റെ വീടും പരിസരമൊക്കെ കണ്ടില്ലയോ? ഇതിലെ കൊണ്ടക്കാര് പിന്നെ വന്നുകൊണ്ട് ഒന്ന് വെട്ടിക്കളയാൻ പോലും നാട്ടി വെച്ചു. അല്ല അതിനകത്ത് മൂക്കമ്പാമ്പ് കഴിഞ്ഞിരിക്കും അവരുടെ വീടില്. ഇവിടെ പട്ടിയും പറ്റ കുറുക്കനും കിടക്ക് കിടക്കുമായിരുന്നു അതിൻ്റെ അകത്ത്. പട്ടിയും പറ്റി കുറുക്കനും കിടക്കുമായിരുന്നു എൻ്റെ വീടില്. അല്ലാതെ മനുഷ്യരൊന്നും അതിന്റെ പട്ടിയും പറ്റി കുറുക്കനും പറ്റി കിടക്കും. ഇങ്ങനെ ഫോണും കൊണ്ട് രാവിലെ ഇരിപ്പായിങ്ങനെ ഫോണും വിളിച്ച് ഇങ്ങനെ ഇരിക്കുവോ. പിന്നെ ദീപാവലിക്കാൻ തലയും വെച്ചത് വെക്കണം പിന്നെ മോക്കെഴുതി ദീപാവലിക്കാത്ത വസ്തു ഇവരാരല്ല വസ്തുവിനെ കൊണ്ട് പറയാന്. ഞാൻ പലപ്പോഴും ആരല്ല വസ്തുവിനെ കൊണ്ട് പറയാന്. എന്റെ വസ്തു അവന്റെ കമ്പക്കലോറവും എഴുതി കൊടുക്കണം. കയ്യാന്തലോറവും എഴുതി കൊടുക്കണം. എന്റെ ആരെ കയ്യാന്തലോറവും എഴുതി കൊടുക്കാം. എന്റെ മക്കൾക്ക് കൊടുക്കുന്ന അല്ലെ കയ്യാന്തലോറവുമാണ് കൊടുക്കുന്നത്. ഈ കഴിയാൻ എന്റെ പേരെടുത്ത് പറയുന്നത് ആരാ? അവിടെ കേറിയിട്ടുണ്ടെങ്കിൽ അവൻ അടുത്ത കാര്യമൊക്കെ ഇങ്ങോട്ട് കയറുന്നവന് സാധാരണ മന്ത്രത്തിലാണ് ഓരോരും കയറണ്ട. സമാധാന മന്ത്രത്തിലേക്ക് ഒന്ന് ഓരോരും ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിക്കണ്ട. സമാധാന മന്ത്രത്തിലത് കൂട്ടാകുന്നു. കുറെ കൂട്ടായ്മൊക്കെ ഓർമ്മ ഇങ്ങോട്ടൊന്നും വേണ്ടാകുന്നു. കൈ വർദ്ധിച്ചെടുത്തതും ഇത് വർദ്ധിച്ചെടുത്ത കൂട്ടായ്മ നോക്കാൻ ഇങ്ങോട്ട് എടുക്കണ്ട. മനസ്സിലായില്ലയോ? എനിക്ക് വലിയ പുല്ലൊന്നും എനിക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ വസ്തുവിന് അവകാശമുണ്ട്. മാളവിക ബിജു എന്ന് പറയുന്ന അവകാശമുണ്ട് എനിക്ക്. മനസ്സിലായില്ലയോ? കണ്ടവരൊന്നും എഴുതാനല്ല എന്റെ വസ്തു. കണ്ട ഒരവസ്ഥ എഴുതാനല്ല. എനിക്ക് ഫോണുണ്ട്. എന്നെ കണ്ടവരൊന്നും എഴുതി കൊടുക്കാൻ എന്റെ വസ്തുമായൊന്നും. അയാൾക്ക് പറഞ്ഞു അവരുടെ മക്കൾക്ക് കൊടുക്കുന്നത് വല്ലവർക്കും അല്ല കൊടുക്കുന്നത്. കണ്ടവർക്കല്ല കൊടുക്കുന്നത്. ഒരു കണിയാൻ പറഞ്ഞ കണിയാൻ വെട്ട് വെച്ച് കൊടുക്കുന്നു. അവന് അത് മോശമെല്ലാം പിടിപ്പതിലും വന്നിട്ട് വന്നിരുന്നു. വന്നിട്ട് അവന് സർട്ടിഫിക്കറ്റ് കോടതിയിൽ പാടത്തെ ദിവസവും വരും. കേരളം ദിവസം അവർക്കൊന്ന് നോക്കിയിട്ട് പോവാം. സർട്ടിഫിക്കറ്റ് വന്നെന്ന്. എന്നിട്ട് സർട്ടിഫിക്കറ്റ് വന്നിട്ട് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വന്നില്ലെങ്കിൽ വസ്തുവൊക്കെ അവന് കിട്ടുമെന്ന് വിചാരിച്ചാൽ വന്ന് നോക്കുന്ന കോടതിയുടെ വാദക്ക് വീട്ടിന്റെ വക്കീലോ വീട്ടിന്റെ വാദക്കെ വന്ന് നോക്കി വരും. അത്ര നാളിലൊക്കെ നാറിയായി വരും. ഇപ്പാണ്ട് കൊല്ലത്തെ പിന്നെ സർക്കാർ മോനെ എന്തുമാത്രം പച്ചക്കറിയാവും വിളിച്ചത്, എന്തുമാത്രം പച്ചക്കറിയാവും വിളിച്ചത്. അവരെ വസ്തു പിടിച്ചു പഠിക്കാൻ ഒരു നട്ടല്ലോ